ഹായ്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ ഡീൽ ചെയ്യുന്നത് ഫുള്ളായിട്ട് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആണ്. ഒരു പ്രോഗ്രാമിംഗ് പഠിച്ചാൽ അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ലാംഗ്വേജിലേക്ക് പോകാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒന്ന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ബൈ വൺ ഗെറ്റ് ത്രീ ഫ്രീ ആണ്. നമ്മൾ പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ സിയും സി പ്ലസ് പ്ലസും ജാവയൊക്കെ എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക, എന്താ ബേസിക്സ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഏത് ലാംഗ്വേജ് പഠിക്കണം, ഇപ്പോൾ മലയാളം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയണമെന്ന് കുറേ കാര്യങ്ങൾ അതിനാണ് നമ്മൾ വേർഡ്സ് പഠിച്ചത്, അതിനാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കി. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ വന്നപ്പോഴാണ് അല്ലേ. അതേപോലെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് രണ്ട് മനുഷ്യർ തമ്മിലല്ല, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യനും ഒരു കമ്പ്യൂട്ടറും തമ്മിലാണ്. സോ കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ആൻസർ നമുക്ക് തിരുത്തരും. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് അറിയണം. ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഇത് മറക്കുക ചെയ്യരുത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പൈത്തനെ കുറിച്ചായിട്ടുള്ള ആയതുകൊണ്ടും പൈത്തൺ എന്താണെന്നൊക്കെ അറിയാം. പൈത്തൺ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതി പോലെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഒരു പ്രത്യേകമായിട്ടൊരു സ്ട്രക്ചറുകളില്ല, ഒരുപാട് വലിയ വലിയ സ്ട്രക്ചർ, കോളൻ, സെമി കോളൻ, അങ്ങനത്തെ കോൺസെപ്റ്റുകളില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രീ ഫ്ലോ പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഈ പൈത്തൺ ഉണ്ടാക്കിയത് ആരാന്നൊക്കെ അറിയായിരിക്കും. ഗൈഡോ വോൺ റോസമാണ്. ചിലപ്പോൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും, പക്ഷേ ആളെ മനസ്സിലാക്കിയാൽ മതി. പുള്ളിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള സീരീസ് ഉണ്ടായിരുന്നു, മോണ്ടി പൈത്തൻ്റെ ഫ്ലൈയിങ് മിഷൻ എന്ന് പറഞ്ഞൊരു ഒരു സീരീസ് ഉണ്ടായിരുന്നു. സോ ആ സീരീസ് ഉണ്ടാക്കിയ ആളുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ പൈത്തൺ എന്നൊരു ലാംഗ്വേജ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെയാണ് പൈത്തൺ വന്നിട്ടുണ്ട്. നമ്മുടെ സ്നേക്കിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല പൈത്തൺ എന്നുള്ള പേര് വന്നത്. കുറേ പേര് അങ്ങനെ വിചാരിക്കും, പക്ഷെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ പേര് വന്നതുകൊണ്ട് അതിൻ്റെ ചിത്രം അങ്ങനെയൊക്കെ മാറി വന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു ചെറിയ ഒരു എഫക്റ്റ് പോലെ എടുത്താൽ മതി. അപ്പോൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ആ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ലാംഗ്വേജ് ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മിശ്രം അത് മനസ്സിലാവില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തറ പറ പഠിച്ച പോലെ, അല്ലെങ്കിൽ ആ ഈ പഠിച്ച പോലെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ സെറ്റാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാം എഴുതി വയ്ക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ആൽഫബറ്റ്സ് വരും. അതിൽ സ്മോൾ ലെറ്റർ മുതൽ ക്യാപിറ്റൽ ലെറ്റർ വരെയുള്ള എല്ലാ കോമ്പിനേഷൻസുകളും വരാം. സെക്കൻഡ് വൺ ഡിജിറ്റ്സ് 0 മുതൽ 9 വരെ ഏത് കോമ്പിനേഷനിൽ വരാം. ഓക്കെ. 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്, 4 ഡിജിറ്റ് എങ്ങനെ വേണേൽ വരാം. വൈറ്റ് സ്പേസസ്, അതായത് സ്പേസുകൾ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നാലാമത്തേതായിട്ടുള്ള സ്പെഷ്യൽ സിമ്പിൾസ്, അതായത് എക്സ്ട്രാ നമുക്ക് കീബോർഡിൽ ഒരുപാട് സിമ്പിൾസുകളുണ്ട്. ആ സിമ്പിൾസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ നാലെണ്ണം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരണം. ഓക്കെ. ഇപ്പോൾ പൈത്തൺ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉണ്ടാവും. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെതായ പർപ്പസുകളുണ്ട്. അത് ഇൻ്റർപ്രറ്റർ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യും ലൈൻ ബൈ ലൈൻ. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വരുന്ന സാധനമാണ് ക്യാരക്ടർ സെറ്റ്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമ്മൾ പറയാൻ പോണത് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത നമ്മളൊരു പ്രോഗ്രാമിനെ പഠിക്കുന്നതിന് മുന്നേ, ഒരു പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ മിഷനോട് ഒരു കാര്യം ചെയ്യാൻ പറയുകയാണ്. ഇപ്പോൾ അമ്മ പറയുകയാണ്, പോയി കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കുക എന്ന് പറയുന്ന സമയത്ത് അമ്മ കൂടെ ഒരു കിറ്റും കവറും തരും അല്ലേ. കാരണം ചിലപ്പോൾ കടയിൽ പോയിട്ട് നമുക്ക് കിറ്റ് കിട്ടും, അല്ലാതെ ചില സമയത്ത് അമ്മ തന്നെ കിറ്റ് തരും നമുക്ക് പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ എന്തിനായിരിക്കും? അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരാൾ സ്റ്റോർ ചെയ്യാൻ വേണം, ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണം. ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ കേൾക്കുന്ന ഒരു വാരിയബിൾ എന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ടാവുക. അതായത് പ്രോഗ്രാമിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്യുന്ന കോൺസെപ്റ്റിനെ, ആ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനെ, അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്യുന്ന ഏരിയനെ നമുക്ക് വാരിയബിൾ എന്ന് വിളിക്കാം. സോ ഇൻ പ്രോഗ്രാം വാല്യൂ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പേരിട്ട ഒരു നെയിം ലൊക്കേഷനെ അതിൽ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് വാരിയബിൾ. ഇനി ഈ പേര് എങ്ങനെ വന്നു നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. വാരി പ്ലസ് ഏബിൾ, അതായത് ചേഞ്ച് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സാധനത്തിന് നമുക്ക് ഇന്ന് പറയാം വാരിയബിൾ എന്ന് പറയാം. അതായത് അതിന് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എവിടെയെങ്കിലൊക്കെ ചേഞ്ചുകൾ വരും. ഞാൻ ആദ്യം 5 എന്ന് കൊടുത്തു, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 10 ആക്കാനും 15 ആക്കാനും 15.5 ആക്കാനും പ്രശ്നമില്ല. അതാണ് വാരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മാത്രം പ്രോഗ്രാമിലേക്കും അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിലേക്കും പോയാൽ മതി. അപ്പോൾ നമ്മളൊരു ഒരു സ്റ്റാർട്ടിങ് ചെയ്യും, ഒരു അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ചെയ്യണം എന്ന് വിചാരിക്കുക, ആലോചിക്കുക. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് 2 നമ്പേഴ്സ് വേണം. ഈ 2 നമ്പേഴ്സ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, എന്നാൽ മാത്രമേ മെഷീൻ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വാല്യൂസ് വേണം? 2 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ 2 സ്ഥലങ്ങൾ വേണം. എൻ്റെ മനസ്സിൽ 5ഉം 3 ആണെങ്കിൽ 5ഉം 3 സ്റ്റോർ ചെയ്യാൻ ആൾക്കാർ വേണം. അതേപോലെ ഈ 5ഉം 3ഉം ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാധനം എനിക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ പ്രോഗ്രാമിൽ വരുന്ന വാല്യൂസുകളും അതിൽ നിന്നുണ്ടാവുന്ന റിസൾട്ടുകളും ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് വാരിയബിൾസ് ആവശ്യമാണ്. വാരിയബിൾസ് ഇല്ലാണ്ട് പ്രോഗ്രാം ഭയങ്കര ചുരുങ്ങിയ കുഞ്ഞു പ്രോഗ്രാംസിലും അതേ വാരിയബിൾ ഇല്ലാതിരിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു വാരിയബിളെങ്കിലും ഉണ്ടാവും. ഓക്കെ. ബേസിക് ആയിട്ടൊരു പ്രോഗ്രാമിൽ
സോ വാരിയബിൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് നെയിംഡ് മെമ്മറി ലൊക്കേഷൻ. നെയിംഡ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം അതിന് പേരുകളുണ്ട്. അത് ചുമ്മാ അങ്ങനെ പോയ സാധനമല്ല, നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ആണ്. ദാറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ വാല്യൂസ് ഇൻ എ പ്രോഗ്രാം. പ്രോഗ്രാമിൽ ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മെമ്മറി ലൊക്കേഷൻ ആണ്. അതിന്റെ പേര് നമ്മൾ ഇടുന്നുണ്ട്, അതിനാണ് വാരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി വാരിയബിളിന്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞുതരാം. വാരിയബിളിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ A=5 എന്ന് പറഞ്ഞു കൊടുത്തു, ഒരു ചെറിയ ബോക്സ് വിചാരിച്ചു, അല്ലെങ്കിൽ ചെറിയൊരു പാത്രം എന്ന് വിചാരിച്ചോളൂ, കുഴപ്പമില്ല. അതിലേക്കാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അത് ലൊക്കേറ്റ് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 046 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് പറയാം. ലൊക്കേഷൻ പറയുന്നത് 046 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ്. അതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ, അതിനെ വിളിക്കുന്നത് A എന്നാണ്. ഇത്രയും കാര്യങ്ങൾ എനിക്കൊരു വാരിയബിളിന്റെ കേസിൽ പറയാൻ പറ്റും. A=5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു വാരിയബിളിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എൽ വാല്യൂ, ഒന്ന് ആർ വാല്യൂ. എൽ വാല്യൂ എന്ന് പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അത് എൽ വാല്യൂ എന്ന് പറയുമ്പോൾ. ലെഫ്റ്റ് വാല്യൂ. ആറ് പറഞ്ഞാൽ എന്താ, റൈറ്റ് വാല്യൂ. അപ്പോൾ A=5 എന്നങ്ങനെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ 5 എന്നുള്ള വാല്യൂ ഏതിലേക്ക് അസൈൻ ആയിട്ടുണ്ട്, എയിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വാല്യൂസ് കൊടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ഒരു വാരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാരിയബിളിൽ ഒരു വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാരിയബിൾസിന് എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഒന്ന് നെയിം ഉണ്ട്, വിളിക്കണ്ടേ, നമുക്ക് ഇങ്ങനെ ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് അതിന് പേര് വേണം. അതിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. നെയിമിനെ ആ പേര് എന്താണോ പേരിടണം. ഇപ്പൊ ഞാൻ A=5 പറഞ്ഞു, അപ്പൊ എയുടെ വാല്യൂ എത്രയാ, 5. അപ്പൊ A എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ആണ്. അപ്പോൾ അങ്ങനെ പേരിടുന്ന ആ ഒരു പേരിനെയാണ് നെയിം എന്ന് പറയാ. ആ പേരിനാണല്ലോ നെയിം പറയാ. അതേപോലെ അത് എവിടെ നിൽക്കുന്നു, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് അതിന്റെ അഡ്രസ്സ്. അതിന്റെ ഉള്ളിലുള്ള എന്താ വാല്യൂ വെച്ചാൽ അതിന്റെ ഉള്ളിലുള്ള കിടക്കുന്ന ആ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ വാല്യൂ എന്ന് പറയും. ഇനി അതിന് പലതരം വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല അതിൽ. നമുക്ക് പറയാം, അമ്മ തന്ന കിറ്റിൽ നമുക്ക് എന്തും കൊടുക്കാം. അപ്പോൾ എന്ത് സാധനങ്ങളും ഇടാം, പച്ചക്കറി ഇടാം, അരി ഇടാം. അതേപോലെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഈ വാല്യൂനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് യൂസ് ചെയ്യാം. അതിനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഡാറ്റ ടൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡാറ്റ ടൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ബേസിസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഏകദേശം വാരിയബിൾ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വാരിയബിൾസിന്റെ ഉള്ളിലെ കോൺസെപ്റ്റുകളെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ വാരിയബിൾ ഒന്നുമില്ല, പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങളെ എവിടെയെങ്കിലും വെക്കണ്ടേ, ആ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സോ അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനെ നമുക്ക് എന്ത് പറയാം, വാരിയബിൾ എന്ന് വിളിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടോക്കൺസ് ആണ്. ഓക്കെ.